എയർപോർട്ടിന്റെ റൺവേ പോലും അടച്ചിട്ടിട്ട് ഒരു ആറാട്ടോ, അങ്ങനെ ഒരു ആറാട്ട് ലോകത്തിൽ ഒരിടത്ത് മാത്രമേ നടക്കൂ. ലോകത്തിൽ ഒരു എയർപോർട്ട് ഇതുപോലെ അടച്ചിട്ടിട്ട് ഒരു ആറാട്ട് നടത്താറില്ല. ശ്രീ പത്മനാഭന്റെ ആറാട്ടിലേക്ക് സ്വാഗതം. വർഷത്തിൽ 2 തവണ 10 മണിക്കൂർ ഈ എയർപോർട്ടിന്റെ റൺവേ ക്ലോസ്ഡ് ആണ്. ഒരു വർഷത്തിൽ തന്നെ 2 പ്രാവശ്യം എയർപോർട്ടിന്റെ റൺവേ ഇങ്ങനെ അടച്ചിടുന്നു. ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ രാജകുടുംബവും അവിടുത്തെ നാട്ടുകാരും, പ്രത്യേകിച്ച് ശ്രീ പത്മനാഭദാസനായ ഞാനും എല്ലാ വർഷം അവിടെ ഉണ്ടാവാറുണ്ട്. അടിയൻ പത്മനാഭദാസൻ മുകേശൻ നായർ. നിങ്ങൾ എത്ര പേര് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ശ്രീ പത്മനാഭൻ്റെ ആറാട്ട് കണ്ടിട്ടുണ്ട്? ഇത് ശംഖുമുഖം കടപ്പുറത്തേക്ക് ആറാടാനായി ശ്രീ പത്മനാഭനെ കൊണ്ടുപോകുന്ന വഴിയാണ്. ശ്രീ പത്മനാഭനോടൊപ്പം ആറാടുന്നത് ശ്രീ പത്മനാഭ സഹോദരി എന്നറിയപ്പെടുന്ന അരകത്ത് ദേവി ക്ഷേത്രം. ശ്രീ പത്മനാഭനോടൊപ്പം ആറാടുന്ന ഒരേ ഒരു ദേവീ ക്ഷേത്രം. ഇത് ശംഖുമുഖത്ത് ശ്രീ പത്മനാഭൻ ആറാടുന്ന കാഴ്ചയാണ്. കേരള തലസ്ഥാനമായ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ, ലോകത്തിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതിഭാസം ആദ്യമായിട്ടാണ്. ഇനി ഇതുപോലൊരു ആറാട്ട് ലോകത്തൊരിടത്ത് നടക്കാനും പോകുന്നില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പേ തിരുവിതാംകൂർ മഹാരാജാവ് എയർപോർട്ടിന് സ്ഥലം കൊടുത്തപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതാണ്: അൽപ്പശി മഹോത്സവത്തിനും പൈങ്കുനി മഹോത്സവത്തിനും ഇതുവഴിയാണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് ഭഗവാനെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത്. ശ്രീ പത്മനാഭനോടൊപ്പം കൂടി ആറാടുന്ന ഒരുപാട് ക്ഷേത്രങ്ങളൊന്നുമില്ല. പക്ഷേ ഒരേ ഒരു ദേവീക്ഷേത്രം ഉണ്ട് അതിനോടൊപ്പം. അതാണ് അരകത്ത് ദേവീക്ഷേത്രം. ശ്രീ പത്മനാഭനെ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ നിർമ്മിതി ചെയ്ത വില്ലുമംഗലം സ്വാമി തന്നെ നിർമ്മിച്ച ക്ഷേത്രമാണ് അരകത്ത് ദേവീക്ഷേത്രം. ഞാൻ ഈ അരകത്ത് ദേവീക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, ഞാൻ ജനിച്ച എൻ്റെ സ്വന്തം നാടായ ഇടഗ്രാമ കരിമം, അവിടുത്തെ ക്ഷേത്രമാണ്. ഇതാണ് ആറാട്ട് മണ്ഡപം. ഇവിടെയാണ് ആറാട്ട് പൂജ നടക്കുന്ന സ്ഥലം. പ്രത്യേക പാസ് മൂലമാണ് ദർശന നിയന്ത്രണം. എയർപോർട്ടിനുള്ളിലും ഈ ഒരു മണ്ഡപത്തിനടുത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ലഭിച്ച പാസുമായിട്ടാണ് ഞാൻ എത്തിയത്. അപ്പോൾ അവിടെ പൂജയുടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അതിനുള്ളിൽ കയറി അതൊക്കെ കാണാനും അതിൻ്റെ അടുത്തൊക്കെ നിൽക്കാനും ഒക്കെ പറ്റുന്നത് തന്നെ ഭാഗ്യമാണ്. ശംഖുമുഖം കടപ്പുറം അക്ഷരാർത്ഥത്തിൽ തന്നെ പൂർണ്ണമായി പുഷ്പത്താൽ അലങ്കരിച്ചിട്ടുണ്ട്. പത്മനാഭൻ്റെ ആറാട്ട് കാണാനായിട്ട് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷെ തിരുവനന്തപുരത്തെ ഒട്ടുമിക്ക ജനങ്ങളും ഈ ആറാട്ട് കാണാനായിട്ട് വരും. 2 പ്രാവശ്യമായിട്ടാണ് ഒരു വർഷത്തിൽ ആറാട്ട് നടക്കുന്നത്. അപ്പോൾ ഈ 2 പ്രാവശ്യവും ആറാട്ട് ഞാൻ ലോകത്ത് എവിടെയാണെങ്കിലും എത്താറുണ്ട്. ഇപ്രാവശ്യവും പതിവ് തെറ്റിക്കാതെ അൽപ്പശിക്കും പൈങ്കുനി മഹോത്സവത്തിന് എത്താൻ പറ്റി. ലോകത്തിൽ ഒരു എയർപോർട്ട് തന്നെ ഇതുപോലെ അടച്ചിട്ട് ഒരു ആറാട്ട് നടത്താറില്ല. അപ്പോൾ ശ്രീ പത്മനാഭന്റെ ആറാട്ടിലേക്ക് സ്വാഗതം. നിങ്ങളിൽ പലരും എയർപോർട്ടിലേക്ക് ഇങ്ങനെ റൺവേയിലൂടെ നടന്നു പോയിട്ടുള്ളത് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപക്ഷെ ഇപ്പോൾ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് അല്ലാതെ ആണല്ലോ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള വഴിയും അതൊക്കെ. പക്ഷേ ആ ഒരു അവസരം എന്ന് പറയുന്നത് ശ്രീ പത്മനാഭനോടൊപ്പം ആറാട്ടിനായിട്ട് കിഴക്കേ കോട്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഒരു ഘോഷയാത്രയിലും പങ്കെടുക്കാൻ എനിക്ക് പറ്റി. അവിടെ നിന്ന് നടന്നാണ് നമ്മൾ ശംഖുമുഖം എയർപോർട്ട് വഴി നമ്മൾ ശംഖുമുഖം കടപ്പുറത്തേക്ക് എത്തുന്നത്. അതിനോടൊപ്പം നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ, വളരെ അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. വർഷത്തിൽ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരു ഉത്സവത്തിന് എത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോഴും എത്താറുണ്ട്. ശംഖുമുഖത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന ആ വഴി അത് തുറന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ആ ഒരു ആറാട്ടിൻ്റെ ആ ഒരു ഘോഷയാത്ര ശംഖുമുഖം കടപ്പുറത്തിലേക്ക് വന്ന് കയറുന്ന കാഴ്ച, അതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. തിരുമുന്നിൽ തിരുവിതാംകൂർ തമ്പുരാക്കന്മാരും പത്മനാഭനെ അകമ്പടി സേവിച്ച് കേരള പോലീസും, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാണേണ്ട കാഴ്ചയാണ്. ബിയോണ്ട് എക്സ്പ്ലനേഷൻസ് എന്നൊക്കെ പറയുന്ന പോലെ അനന്തസാഗരം പോലെയാണ് ആൾക്കാർ അതിൻ്റെ പുറകിലോട്ട്. എൻ്റെ അടുത്ത സുഹൃത്തും ജ്യേഷ്ഠ സഹോദര തുല്യനുമായിട്ടുള്ള ആദിത്യവർമ്മ, അദ്ദേഹവും ഉണ്ടായിരുന്നു. വാളുമേന്തി അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് കുടുംബത്തിലെ അംഗങ്ങളും അവരോടൊപ്പം നിന്ന് ഒരു ആറാട്ട് തൊഴാനും പങ്കെടുക്കാനും പറ്റുന്നത് വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. വളരെ ഗംഭീരമായിട്ട് തൊഴാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു ആറാട്ടിൻ്റെ പ്രത്യേകത. എല്ലാ പ്രാവശ്യവും അങ്ങനെ തൊഴാൻ പറ്റാറുണ്ട്. ഈ ഭഗവാൻ ഇങ്ങനെ വരുന്നത് അവരെ അകമ്പടി സേവിച്ചുകൊണ്ട് തിരുവിതാംകൂർ പോകുന്നു. അതിൻ്റെ പിന്നിലായിട്ട് പത്മനാഭനും നരസിംഹമൂർത്തിയോടൊപ്പം തിരുവമ്പാടി കണ്ണനും ഒരുമിച്ച് എഴുന്നള്ളിച്ച് ആറാട്ട് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നു. അവിടുത്തെ കാഴ്ചയാണ്. കണ്ടിട്ടുള്ളവർക്ക് അതൊരു അനുഭവമല്ല, പക്ഷെ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടെയാണ്. നിങ്ങളിത് ഷെയർ ചെയ്ത് വെച്ചാൽ പുതിയതായിട്ട് ഒരുപാട് ആൾക്കാർക്ക്, തിരുവനന്തപുരത്തില്ലാത്തവർക്കും ഒക്കെ കാണാൻ പറ്റും. ആറാട്ട് മണ്ഡപത്തിൻ്റെ മുന്നിൽ നിന്ന് ഭഗവാനെ തൊഴുന്ന ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഒരു പൂജയ്ക്ക് ശേഷമാണ് ഭഗവാനെ ആറാട്ടിനായിട്ട് കടപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത്.
അതും ഒരു പ്രത്യേക കാഴ്ചയാണ്. പത്മനാഭന്റെയും നരസിംഹമൂർത്തിയുടെയും തിരുവമ്പാടി കണ്ണന്റെയും തിടമ്പുകളാണ് ശംഖുമുഖം കടപ്പുറത്ത് ആറാടാനായിട്ട് കൊണ്ടുവരുന്നത്. പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് ശംഖുമുഖത്ത് ആറാട്ടിനായിട്ട് പത്മനാഭനെയും നരസിംഹമൂർത്തിയെയും അതുപോലെ തന്നെ തിരുവമ്പാടി കണ്ണനെയും എഴുന്നള്ളിക്കുന്നത്. ഒരു പ്രത്യേക കാഴ്ചയാണ്. കാണാനായിട്ട് ഒരുപാട് ആൾക്കാരാണ് രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ആറാടാനുള്ള ഭാഗ്യവും അതിനോടൊപ്പം പോകാനുള്ള ഭാഗ്യവും ലഭിച്ചു. ഇതാണ് ശ്രീപത്മനാഭന്റെ ആറാട്ടിന്റെ പ്രസാദം. താമരപ്പൂ, കൊഴുന്നപ്പൂ, മഞ്ഞപ്പൊടി ഇതിൽ ആറാടിയിട്ടാണ് ശംഖുമുഖത്ത് ഉപ്പ് വെള്ളത്തില്, കടൽ വെള്ളത്തിൽ ആറാടാൻ കൊണ്ടുപോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, പത്മനാഭനോടൊപ്പം കൂടി ആറാടുന്ന ഒരേ ഒരു ദേവീക്ഷേത്രം നമ്മുടെ കേരളത്തിലുള്ളൂ. ആ ഒരു ക്ഷേത്രമാണ് ഞാനിന്ന് ഇതിനോടൊപ്പം തന്നെ അവതരിപ്പിക്കുന്നത്. പത്മനാഭ ക്ഷേത്രം സ്ഥാപിച്ച വില്ലുമംഗലം സ്വാമി തന്നെ സ്ഥാപിച്ച ക്ഷേത്രമാണ് ശ്രീ അരകത്ത് ദേവീക്ഷേത്രം. കേരളത്തിൽ പ്രമുഖമായിട്ടുള്ള ഒരു ദേവീക്ഷേത്രമാണ് അരകത്ത് ദേവീക്ഷേത്രം. ഒരു ദേവി തന്നെ ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ദുർഗയായിട്ടും പ്രത്യക്ഷപ്പെടുന്ന ക്ഷേത്രം കൂടിയാണ് അരകത്ത് ദേവീക്ഷേത്രം. പത്മനാഭ സഹോദരി ആയതുകൊണ്ട് തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയാൽ തീർച്ചയായും തൊഴേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ് അരകത്ത് ദേവീക്ഷേത്രം. അരകത്ത് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കരിമ്പം ഇടഗ്രാമത്താണ്. 1200-ലധികം വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രം കേരള ചരിത്രത്തിലെ ഒരു പ്രധാന ക്ഷേത്രം കൂടിയാണ്. ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിനകത്തല്ല ഈ